മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തേതൊരു ടെമ്പിൾ വ്ളോഗാണ്. വാട്ടർ ടെമ്പിൾ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ടെമ്പിൾ. ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് വെള്ളത്തിനകത്തൂടെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലെ താണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ അമ്പലത്തിൻ്റെ പേര് ഭൂ കൈലാസ് എന്നാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. അപ്പോൾ അമ്പലത്തിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ പ്രധാന പ്രതിഷ്ഠ കാണുവാനായിട്ട് കുറച്ച് നടക്കണം. കുറച്ച് വളഞ്ഞു പുളഞ്ഞൊക്കെയാണ് പോകേണ്ടത്. അതായത് നമ്മൾ ഗുരുവായൂർ, ചോറ്റാനിക്കര അതുപോലുള്ള വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് കുറച്ച് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്തോടെയൊക്കെ ഇതുപോലുള്ള ദേവീദേവന്മാരുടെ പലതരത്തിലുള്ള പ്രതിഷ്ഠകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊട്ടും തന്നെ ബോറടിക്കത്തില്ല. അപ്പോൾ ഇത് ശിവലിംഗമാണ്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പം അടുത്ത ദേവീദേവന്മാരുടെ ഇതുപോലുള്ള പ്രതിഷ്ഠകൾ കാണാൻ സാധിക്കും. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട് പല സ്ഥലത്തുനിന്നും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ബസ്സിന്. അപ്പോൾ ഈ പ്രതിമകളൊക്കെ നമ്മൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പല ദേവീദേവന്മാരുടെ ഉണ്ട്, അതും കളർഫുൾ ആയിട്ടുള്ളത്. ഗണപതി, അയ്യപ്പൻ, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി, മഹാദേവൻ, മഹാവിഷ്ണു, സരസ്വതി ദേവി, ബ്രഹ്മാവ്, പാർവതി ദേവി തുടങ്ങി എല്ലാ ദേവീദേവന്മാരുടെയും പ്രതിഷ്ഠകൾ വളരെ കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലെ വികാരാബാദ് ജില്ലയിലെ താണ്ടൂർ മനാലിലെ അന്തരം തണ്ടയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും ആത്മീയ ആശ്വാസം നൽകാനും ശക്തിയുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുവാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. കണ്ടില്ലേ, വെള്ളമാണ് ഫുള്ള്. വെള്ളത്തിന് നടുക്കൂടെയാണ് നമ്മൾ നടന്ന് ആ ഒരു മഹാദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ആ വഴിയിൽ ശിവലിംഗവും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു 4-5 ശിവലിംഗമെങ്കിലും ഉണ്ടാകും. നമുക്കതിൽ ധാരയും നടത്താവുന്നതാണ്. ചെറിയ രീതിയിലുള്ള പേടിയുണ്ടായിരുന്നു, കാരണം മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം പറ്റുമോ അങ്ങനെയൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈം ആണല്ലോ, അതുകൊണ്ട് അവിടെ നീന്തുന്നു, കുളിക്കുന്നു, ചാടി മറിയുന്നു. അവർക്കതൊരു വിനോദമാണ്. പക്ഷെ നമ്മളെ കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെ മൊബൈലിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അവരോട്. പിന്നെ നല്ല പാടുപെട്ടാണ് മൊബൈൽ ഉപയോഗിച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത്. ഒരുപാട് ആൾക്കാർ മൊബൈലിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. ഇവിടെ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഈ വെള്ളത്തിനകത്തോടെ നടന്ന് പോകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഒരു കയ്യിൽ മൊബൈലുണ്ട്, പിന്നെ വെള്ളത്തിനകത്തോടെ നടന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ച് പാടാണ് നടക്കാനൊക്കെ. അപ്പോൾ ഇതെല്ലാം നോക്കി വേണം നമ്മൾ പോകാനായിട്ട്. ഇനി നിങ്ങളുമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ചരിത്രവും കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. 20 വർഷം മുമ്പ് അന്താരം തണ്ടയിലെ ശിവഭക്തനായ വാസു പവർ നായക് നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. 4 വർഷം അവിടെ ചെലവഴിച്ച് സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തതിന് ശേഷം തൻ്റെ ജന്മനാട്ടിൽ ഒരു ശിവക്ഷേത്രം പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ശങ്കർ പവാർ നായിക്കുമായി കൂടിച്ചേർന്ന് ഈ ഒരു ക്ഷേത്രം പണിയാൻ ആരംഭിച്ചു. അങ്ങനെ അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ വരുമാനത്തിൻ്റെ 50% ക്ഷേത്ര നിർമ്മാണത്തിനായി നീക്കിവെച്ചു. അതുപോലെ തന്നെ മറ്റു പലരും തന്നെ ഈ ഒരു ക്ഷേത്രം പണിയുവാനായിട്ട് സംഭാവന നൽകുകയുണ്ടായി. 5 ഏക്കറിലധികം വിസ്തൃതിയിലുള്ള നിർമ്മാണം 2001 ആരംഭിച്ചത്. അവരുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായ ക്ഷേത്രം 2010 ഭക്തർക്കായിട്ട് തുറന്നത്.
മുഴുവൻ നിർമ്മാണ പ്രക്രിയയും പൂർത്തീകരിക്കുവാനായിട്ട് 9 വർഷമാണ് എടുത്തത്. തെലുങ്കാനയിലെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. അതുകൊണ്ട് തന്നെ പല പ്രദേശത്തു നിന്നും ആൾക്കാർ ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് എത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷേത്രത്തിലെത്തി. മഹാദേവന്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് മഹാദേവന്റെ വാഹനമായിട്ടുള്ള നന്ദിയെയും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വലിയൊരു നന്ദിയുടെ പ്രതിമയാണ് അവിടെ കാണാവുന്നത്. നമ്മൾ മഹാദേവനൊക്കെ തൊഴുത് പുറത്തിറങ്ങി. അവിടെയായിട്ട് നമുക്ക് തേങ്ങ ഉടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പലതരത്തിലുള്ള ദേവീദേവന്മാരുടെ കളർഫുള്ളായിട്ടുള്ള പ്രതിമകൾ നമുക്ക് ആ ക്ഷേത്രത്തിന് ചുറ്റും കാണാവുന്നതാണ്. പല ആൾക്കാരും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ദേവീദേവന്മാരുടെ വളരെ കളർഫുള്ളായിട്ടുള്ള പ്രതിമകളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദൂരദേശത്തു നിന്ന് വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പ് ഓട്ടോ ഉണ്ട്, 20 രൂപയുള്ള ഒരാൾക്ക്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം.